ആരെങ്കിലും കയറി വരുമ്പോൾ പറയാറുണ്ടോ ഇങ്ങനെ ഭയങ്കര മുടി ഭയങ്കര സ്മെല്ല് അങ്ങനെയുള്ളവര് വീട്ടിൽ കയറ്റാം. വീട്ടിൽ കയറ്റാറില്ല ഡോഗ് ലവേഴ്സ് മാത്രമേ വീട്ടിൽ കയറാറുള്ളൂ. ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങളുടെ കൂടെ വരുന്നവരെ ഫ്രണ്ട്സ് ആണെങ്കിലും റിലേറ്റീവ്സ് എല്ലാവരും ഫ്രണ്ട്ലി ആണോ? ഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഫ്രണ്ട്സ് സർക്കിൾ എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സും ശരിക്കും ഭയങ്കരമായിട്ടും ഈ ആനിമൽസിലുള്ള ആൾക്കാരാണ്. എനിക്കൊന്നും അങ്ങനെ ആകുമ്പോഴാണല്ലോ നമ്മൾ ഫ്രണ്ട്സ് ആവുന്നത്. എൻ്റെ പട്ടിയൊക്കെ എന്ന് പറഞ്ഞാൽ വെളിയിൽ നിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, ഒന്നെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്കെയർഡ് ആയിരിക്കും. ഇവർ ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട്. ഡാൻസ് ക്ലാസ് സ്റ്റുഡൻസ് ഒക്കെ ഇങ്ങനെ വരും, ചിലങ്കയുടെ ശബ്ദം ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അങ്ങനെ അനാവശ്യമായിട്ട് കുറയ്ക്കണം നമുക്ക് ഇഷ്ടം. ശരിയാണ്. ഇവർക്ക് ഇപ്പം എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ഒരു വണ്ടി വരുമ്പോഴേ അവർക്ക് അറിയാം ഇവിടെ ഉള്ള വണ്ടിയാണോ ഫ്രണ്ട്സിന്റെ ആണോ എന്നൊക്കെ അറിയാം. ഓക്കെ ഓക്കെ ഓക്കെ. ഇവര് ഓടി പോയിട്ട് മിണ്ടാൻ നിൽക്കുമ്പോഴാണ് നമുക്ക് ആക്ച്വലി മനസ്സിലാവുന്ന ഇവിടെ തന്നെ വരുന്ന വണ്ടിയാണ് എന്ന്. അത് ഇവനല്ല, ആക്ച്വലി ഹ്യൂഗോ ആയിരുന്നു അത് ഭയങ്കര കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അവൻ അത് അതുപോലെ നമ്മൾ പഠിപ്പിച്ചല്ല. പക്ഷെ മോളടുത്ത് എങ്ങനെ പിന്നെ ഡോഗ്സ് എല്ലാം ഭയങ്കര ഫ്രണ്ട്ലി ആണ്, പ്രൊട്ടക്റ്റീവ് ആണോ, ഭയങ്കര ഗാർഡ് ഡോഗ്സ്? എനിക്ക് തോന്നുന്നു അതൊക്കെ ഹ്യൂഗോ ആയിരുന്നു ആക്ച്വലി. ഹ്യൂഗോ പെട്ടെന്ന് വേറെ ആൾക്ക് നിൽക്കുക, ഐ മീൻ ഹ്യൂഗോ നിൽക്കി വേറെ ആൾക്കൊന്നും മോളെ എടുക്കാനൊന്നും പറ്റില്ല, ചിലപ്പോൾ കടിക്കും. അവനായിരുന്നു അങ്ങനത്തെ സ്വഭാവം. ഇവര് അങ്ങനെ ഭയങ്കര ഗാർഡിങ് അങ്ങനെ ഫ്രണ്ട്ലി ആണ്. ഒരാളായിരുന്നു ഇവിടെ വാച്ച് ഡോഗ് ആയിട്ട്, ബാക്കി എല്ലാവരും കമ്പാനിയൻ ഡോഗ്സ് ആണ് ഇവിടെ. പിന്നെ കുറെ അവൻ പോയതിനു ശേഷം അതൊക്കെ ചെയ്യുന്നത് എൻസോ ആണ്. ആയി വരുന്നു ഇങ്ങനെ, അവനെ നമ്മൾ സമ്മതിക്കും അങ്ങനെ ചെയ്യാൻ. മറ്റേതിപ്പോൾ അങ്ങനെ 2-3 ഡോഗ്സ് ഒരേ എനർജിയിൽ നിന്ന് ചിലപ്പോൾ അവർ തമ്മിൽ അടിയാവും. അപ്പം അതുകൊണ്ട് അങ്ങനെ എൻ്റർടൈൻ ചെയ്യാറില്ലായിരുന്നു. ഇപ്പോൾ ആൽഫ കാണിക്കാൻ വേണ്ടിയിട്ട് 2 മെയിൽസ് തമ്മിൽ ചിലപ്പോൾ ഇതാവും. അതുകൊണ്ട് ഒരാൾ കുറയ്ക്കും, ബാക്കിയുള്ളവർ കുറയ്ക്കാൻ നമ്മൾ മിണ്ടായിരിക്കാൻ പറയും. അവൻ നോക്കിക്കോളൂ, നീ മിണ്ടായിരിക്കുന്നു പറയും. ഹ്യൂഗോ ആയിരുന്നു ഇവിടെ ഗാർഡ് ചെയ്തോണ്ടിരുന്നത്. നിങ്ങൾ പറയുന്ന അതുപോലെ കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് എഫക്റ്റീവ് ആവുന്നുണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഒരുപോലെയാണ് സംസാരിക്കുന്നത്. അപ്പം ഞാൻ സൗഭാഗ്യ ചേട്ടനൊക്കെ എല്ലാ ഇപ്പം എന്താ പറയുക, ഇവിടെ വാടാ എന്ന് വിളിച്ച് നമ്മളെല്ലാവരും ഒരുപോലെ ഇവിടെ വാടാന്നായിരിക്കും വിളിക്കുന്നത്. ഈ സാധനങ്ങളുടെ പേര് നമ്മളെല്ലാവരും ഒരുപോലെ ആയിരിക്കും പറയുന്നത്. അങ്ങനെ സെയിം ആയതുകൊണ്ട് പെട്ടെന്ന് ഡോഗ്സ് കൺഫ്യൂസ്ഡ് ആവില്ല, അപ്പം പെട്ടെന്ന് പഠിക്കും.